തൃശൂർ നന്ദിഗൗറ ഗോശാലയുടെ ആസ്ഥാനത്തിന്റെ ഉദ്ഘാടനവും നന്ദി ഭൈരവ ശിവലിംഗ മന്ദിരത്തിന്റെ പ്രതിഷ്ഠാ ചടങ്ങുകളും നടന്നു. പ്രതിഷ്ഠാ ചടങ്ങുകൾക്ക് വടക്കുന്നാഥ ക്ഷേത്ര മേൽശാന്തി പയപ്പിള്ളി മഹാദേവൻ നമ്പൂതിരി നേതൃത്വം നൽകി. ഗോസംരക്ഷണം എന്ന മുദ്രാവാക്യവുമായി പ്രവർത്തനം ആരംഭിച്ച നന്ദിഗൗറ ഗോശാലയ്ക്ക് സ്വന്തമായി നിർമ്മിച്ച ആസ്ഥാന മന്ദിരത്തിൽ പ്രവർത്തനം ആരംഭിച്ചു. 2017 തൃശൂരിൽ ഏതാനും പശുക്കളുമായി പ്രവർത്തനം ആരംഭിച്ച നന്ദിഗൗറ ഗോശാലയിൽ ഇന്ന് ഭാരതത്തിലെ എണ്ണം പറഞ്ഞ മുന്തിയ ഇനം പശുക്കളും കാളകളും അടക്കം 137 പേർ ഗോശാലയിൽ മേയുന്നു. സ്വന്തമായി സ്ഥലമില്ലാത്തതിനാൽ കഴിഞ്ഞ കാലങ്ങളിൽ ഗോശാല 6 തവണ പല സ്ഥലങ്ങളിലേക്ക് മാറ്റി സ്ഥാപിക്കേണ്ടി വന്നിരുന്നു. ഒടുവിൽ ഏറെക്കാലമായുള്ള സ്വപ്ന സാക്ഷാത്കാരം കൈവരിച്ചിരിക്കുകയാണ് നന്ദിഗൗറ ഗോശാല. അപ്പൊ ഇവിടെ 60ഓളം നന്ദികേശ്വരന്മാരാണ്. അപ്പൊ ഈ നന്ദികേശ്വരന്മാരാൽ ചുറ്റപ്പെട്ട ഒരു ശിവലിംഗം ഞങ്ങളുടെ ഒരു സങ്കല്പമായിരുന്നു. അപ്പൊ ആ ശിവലിംഗത്തിന്റെ പ്രതിഷ്ഠയാണ് ഇന്ന് 30 തിങ്കളാഴ്ചയായിട്ട് ഇവിടെ നടക്കുന്നത്. അതിനുശേഷം ഇവിടെ രാധാകൃഷ്ണ മന്ദിരം, സപ്തഗോമാത പൂജ, പഞ്ചഗവ്യ ചികിത്സാ സമ്പ്രദായങ്ങള്, അതുപോലെ തന്നെ ഇതൊരു വലിയ പ്രൊജക്റ്റായിട്ട് ഒരു ഹോളിസ്റ്റിക് വില്ലേജ് എന്ന ഒരു പ്രൊജക്റ്റാണ് നമ്മളിവിടെ പ്രതീക്ഷിക്കുന്നത്. സാധുജീവികളെയും പരിപാലിക്കുന്ന ഭഗവാനായിട്ടാണ് പ്രതിഷ്ഠ നടത്തുന്നത്. അപ്പോൾ ഈ മൃഗങ്ങളൊക്കെ, ഈ സാധുജീവികളൊക്കെ അമൃത് തന്ന് നമുക്കൊക്കെ ഒരുപാട് നന്മ തരുന്നുണ്ട്. അതായത് ലോകത്തിന് മുഴുവൻ നന്മ തരുന്നുണ്ട്. അപ്പോൾ അതിനെ പരിപാലിക്കുന്ന ഭഗവാനായിട്ട് ഇവിടെ ശിവസങ്കല്പം പശുപതി ഭഗവാനായിട്ട്. ഇതിന്റെ ഭാഗമായി നന്ദികേശ്വരന്മാരാൽ ചുറ്റപ്പെട്ട ശിവലിംഗ മന്ദിരത്തിന്റെ പ്രതിഷ്ഠാ ചടങ്ങും നടന്നു. തുടർന്ന് മഹാഗോപൂജയും പഞ്ചമഹാഭൂത പൂജയും നന്ദി പൂജയും നടന്നു. ചടങ്ങിൽ ബ്രഹ്മശ്രീ മോഹൻജി, സ്വാമി ഹരിഹരാനന്ദ സരസ്വതി, സ്വാമി നന്ദാത്മജാനന്ദ, ഗോശാല ട്രസ്റ്റികളായ കല്യാണി മേനോൻ, കൃഷ്ണകുമാർ, വിഘ്നേഷ്, അനിൽകുമാർ, പ്രിയ തുടങ്ങിയവർ പങ്കെടുത്തു. ജനം, തൃശൂർ.